നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത പാർക്കിംഗിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനം. ഫ്രഷേഴ്സ് ഡേക്ക് സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി തിരൂർ കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥികൾ. BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വിജയദിനം ആഘോഷിച്ചു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ AMLP സ്കൂൾ കോരങ്ങത്തും. വയനാട് ദുരിതബാധിതർക്ക് താങ്ങായി ബ്രസീൽ ഫാൻസ് പരിയാപുരം. കൂട്ടായി ഹൈസ്കൂൾ സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വിശദമായ വാർത്തകൾ. തിരൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത പാർക്കിംഗിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തിരൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത്. പൂങ്ങോട്ടുകുളത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ രണ്ടു ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും 100 മീറ്റർ ദൂരത്തിൽ മാറ്റാൻ തീരുമാനം. അനധികൃതമായി നഗരത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ PWDയെ യോഗം ചുമതലപ്പെടുത്തി. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തിരൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത്. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥികൾ ആദ്യവർഷ വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന ഫ്രഷ് ഡേക്ക് വേണ്ടി കുട്ടികളിൽ നിന്നും എടുത്ത കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി കുട്ടികളിൽ നിന്നും കളക്ട് ചെയ്ത 58,810 രൂപ മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് തിരൂർ കോപ്പറേറ്റീവ് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് സെക്രട്ടറി KP ഷാജിദ്, പ്രിൻസിപ്പൽ MM രവീന്ദ്രൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ നബീൽ, റാസിഖ്, കാർത്തിക്, റുക്സാന, ഷിർഫാസന എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. 2024 വർഷത്തിൽ SSLC, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയദിനം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി MLA കുറുക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ആർട്ട് ലാബിൽ ചിത്രകലാധ്യാപകൻ ഷിംലാലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും MLA കുറുക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വിജയദിനം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുൾ റൌഫ്, VHSC പ്രിൻസിപ്പൽ ET ദിനേശൻ, ഹെഡ് മിസ്ട്രസ് VM ശാരദമണി, സ്റ്റാഫ് സെക്രട്ടറി K പ്രദീപ് കുമാർ, R സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തലക്കാട്. കോരങ്ങത്ത് AMLP സ്കൂളിലെ കുട്ടികളും PTA MTA കമ്മിറ്റിയും രക്ഷിതാക്കളും പൊതുജനങ്ങളും അധ്യാപകരും ചേർന്ന് സ്വരൂപിച്ച ക്യാമ്പിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷ്യോൽപ്പന്നങ്ങളും സ്കൂളിൽ നിന്നും വയനാട് കൽപ്പറ്റയിലേക്ക് എത്തിച്ചു നൽകി.
കോരങ്ങത്ത് AMLP സ്കൂളിൽ നിന്നും സ്വരൂപിച്ച ക്യാമ്പിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷ്യോൽപ്പന്നങ്ങളും സ്കൂളിൽ നിന്നും വയനാട് കൽപ്പറ്റയിലേക്ക് എത്തിച്ചു നൽകി. അനുബന്ധമായി സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി, വാർഡ് മെമ്പർമാരായ നാസർ ചാറാത്ത്, KT കേശവൻകുട്ടി, ഹസീന K, പ്രേമലത എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് തിരു. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്രസീൽ ഫാൻസ് പരിയാപുരം 17,100 രൂപ സംഭാവന നൽകി. വെട്ടം വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വില്ലേജ് ഓഫീസർ ഇൻചാർജ് H. നിവാസ് ചെക്ക് ഏറ്റുവാങ്ങി. ബ്രസീൽ ഫാൻസ് പ്രവർത്തകരും വില്ലേജ് ഓഫീസ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. 2014 മുതലാണ് പരിയാപുരത്തെയും പരിസര പ്രദേശങ്ങളിലുമുള്ള 50-ലധികം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബ്രസീൽ ഫാൻസ് ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായത്. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്രസീൽ ഫാൻസ് പരിയാപുരം 17,100 രൂപ സംഭാവന നൽകിയത്. വയനാട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഞെട്ടലോടല്ലാതെ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. ഏതൊരു മലയാളി പോലെ തന്നെ നമുക്ക് അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്താനും നേരിട്ട് സഹായങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നിയമം നമുക്ക് അതിന് അനുവദിക്കണില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ബ്രസീൽ ഫാൻസ് പരിയാപുരം എന്നുള്ള ഒരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ, ഞങ്ങളാൽ കഴിയുന്ന ഒരു തുക പിരിച്ചെടുത്തിട്ട് ഇന്ന് ഞങ്ങൾ വെട്ടം വില്ലേജ് ഓഫീസിൽ വന്ന് ഇവിടെ ഓഫീസറുടെ അടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാടിന്റെ അതിജീവനത്തിനായി, നമ്മുടെ വയനാടിന്റെ അതിജീവനത്തിനായി വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. വെട്ടം വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വില്ലേജ് ഓഫീസർ ഇൻചാർജ് H. നിവാസ് ചെക്ക് ഏറ്റുവാങ്ങി. ബ്രസീൽ ഫാൻസ് പ്രസിഡന്റ് KC ഷംനാഥ്, സെക്രട്ടറി P. അനിൽകുമാർ, പ്രവർത്തകരായ ഷാജി, ഷാംജിത്ത്, പ്രണൂപ്, സെമീർ, ഷാലു തുടങ്ങിയവർ വില്ലേജ് ഓഫീസ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. കൂട്ടായി ഹൈസ്കൂളിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൂട്ടായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ PV സാക്കിർ ഹുസൈൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ഷുക്കൂർ എന്നിവർ നടത്തിയ പരിശോധനയിലാണ് ഹാൻസ് പിടിച്ചെടുത്തത്. കൂട്ടായി മൗലാന സ്കൂൾ പരിസരത്ത് കച്ചവടം നടത്തുന്ന കോയ എന്നിവരിൽ നിന്നാണ് ഹാൻസ് പിടികൂടിയത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഹോസ്റ്റൽ പോലീസ് എന്നിവരിൽ നിന്നാണ് വിൽപ്പന നടത്തുന്ന ഈ വിവരം ആരോഗ്യവകുപ്പ് അറിയുന്നത്. തുടർ നടപടിക്കായി തിരൂർ പോലീസിന്റെ സഹായം തേടുകയും ASI സുരേഷിന്റെ നേതൃത്വത്തിൽ കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തി. CPO ശ്രീജിത്ത് എന്നിവർ ടീമിലുണ്ടായിരുന്നു. മാസങ്ങളായിട്ട് നടക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഹാൻസ് അനുരാഗാണ് ചെയ്യുന്നത്. ഹാൻസിന്റെ എവിടെ നിന്ന് കൊടുന്ന ഹാൻസ്? വണ്ടിക്കാരെ കൊടുന്നത്? ആരാ കൊടുക്കുന്നത്? അതിന്റെ പേര് അറിയില്ല. ഇന്ന് ഒരാൾ വന്നാൽ നാളെ വേറെ ആളെ വന്നില്ല. ഇനി മേലാലി സാധനം കണ്ടുപോകും. അതിന്റെ പൈസ ഒക്കെ എടുത്താ ക്യാഷൊക്കെ എടുക്ക്. വെട്ടന്യൂസ് മംഗലം. പ്രൈം ടൈം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.